പഞ്ചാബ് കോൺഗ്രസിലെ നേതൃത്വ തർക്കങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാകുന്നതിനിടെയാണ് ഹരിയാന കോൺഗ്രസിലും വിഭാഗീയതയുണ്ടാകുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നത്. പുതിയ സംസ്ഥാന ചുമതലയുള്ള നേതാവിന്റെ ആദ്യ പ്രധാന യോഗത്തിനിടെ തന്നെ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാലയും തമ്മിൽ നടന്ന പരസ്യവാക്കേറ്റം പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വീണ്ടും വെളിച്ചത്ത് കൊണ്ടുവന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയം വീണ്ടും ദേശീയ ശ്രദ്ധാകേന്ദ്രമായി. എന്തൊക്കെയാണ് വിഭാഗീയതയുടെ കാരണങ്ങൾ? ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? നോക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. ചണ്ഡീഗഡിലെ ഹരിയാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് പുതിയ സംസ്ഥാന ചുമതലയുള്ള സഞ്ജയ് ദത്ത് വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിലായിരുന്നു സംഭവം. വരാനിരിക്കുന്ന സംഘടനാ പുനഃസംഘടന, പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തൽ, ഭാവി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്നിവ ചർച്ച ചെയ്യാനാണ് യോഗം സംഘടിപ്പിച്ചത്. എന്നാൽ യോഗത്തിലെ ചർച്ചകളേക്കാൾ നേതാക്കൾ തമ്മിലുള്ള പരസ്യ പ്രതികരണങ്ങളാണ് പിന്നീട് വാർത്തകളിൽ ഇടം പിടിച്ചത്. മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല, മുതിർന്ന നേതാവ് ബീരേന്ദർ സിംഗ്, ലോക്സഭാംഗം കുമാരി സെൽജ, ദീപേന്ദർ സിംഗ് ഹൂഡ, നിരവധി MLA-മാർ, MP-മാർ, സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വേദിയുടെ മധ്യത്തിൽ സഞ്ജയ് ദത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലതുവശത്ത് ഭൂപീന്ദർ സിംഗ് ഹൂഡയും ഇടതുവശത്ത് രൺദീപ് സിംഗ് സുർജേവാലയും ഇരുന്നിരുന്നു. ദീപേന്ദർ സിംഗ് ഹൂഡ സുർജേവാലയുടെ സമീപത്തായിരുന്നു. യോഗത്തിനിടെ അപ്രതീക്ഷിതമായി തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഭൂപീന്ദർ സിംഗ് ഹൂഡ വേദിയിലുണ്ടായിരുന്ന മൈക്രോഫോൺ കയ്യിലെടുത്ത് സംസാരിക്കുകയായിരുന്നു. രൺദീപ് സിംഗ് സുർജേവാല നേരത്തെ പറഞ്ഞ ഒരു പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് "നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് സുർജേവാല പറഞ്ഞിരുന്നു. അതിനാൽ ഇനി എന്നെ പിന്തുണയ്ക്കാൻ ഞാൻ അദ്ദേഹത്തോടാണ് അഭ്യർത്ഥിക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് എല്ലാവർക്കും കാണാമെന്നായിരുന്നു ഹൂഡയുടെ പ്രതികരണം. ഹൂഡയുടെ പരാമർശത്തിന് മറുപടിയായി ഉടൻ തന്നെ രൺദീപ് സിംഗ് സുർജേവാലയും മൈക്ക് ഏറ്റെടുത്തു. "കഴിഞ്ഞ 20 വർഷമായി ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കുകയാണ്. ഇനി എന്നെ പിന്തുണയ്ക്കാനുള്ള സമയമാണ് നിങ്ങളുടേത്" എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇരുവരുടെയും ഈ വാക്കുകൾ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ മുന്നിൽ തന്നെ കൈമാറപ്പെട്ടതോടെ അന്തരീക്ഷം ഒരു നിമിഷം ഗൗരവമായി. തുടർന്ന് സംസാരിച്ച സുർജേവാല ഹരിയാനയുടെ രാഷ്ട്രീയ ചരിത്രം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെക്കുറിച്ചും പരാമർശിച്ചു. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കോൺഗ്രസിന് വെറും 3 തവണ മാത്രമാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ട് ശതമാനം മാത്രം ഉയർന്നു എന്ന വാദം രാഷ്ട്രീയ വിജയത്തിന്റെ മാനദണ്ഡമല്ലെന്നും എത്ര നിയമസഭാ സീറ്റുകൾ നേടാനാകുന്നു എന്നതാണ് യഥാർത്ഥ വിലയിരുത്തലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യോഗത്തിൽ പങ്കെടുത്ത മറ്റ് മുതിർന്ന നേതാക്കൾ സംഭവത്തിൽ പരസ്യമായി പ്രതികരിച്ചില്ല. എന്നിരുന്നാലും ഹൂഡയുടെയും സുർജേവാലയുടെയും സംഭാഷണം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും ചർച്ചയാകാൻ കാരണമായി. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ കോൺഗ്രസ് നേതൃത്വത്തിന് അസ്വസ്ഥതയും സൃഷ്ടിച്ചു. സംഭവം വിവാദമായതോടെ ഭൂപീന്ദർ സിംഗ് ഹൂഡ പിന്നീട് വിശദീകരണവുമായി രംഗത്തെത്തി. താനും രൺദീപ് സിംഗ് സുർജേവാലയും തമ്മിൽ യാതൊരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും എല്ലാവരും കണ്ടത് സൗഹൃദപരമായ തമാശ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ ഐക്യം നിലനിൽക്കുന്നു എന്നും വിഷയത്തെ അനാവശ്യമായി വിവാദമാക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ പഞ്ചാബ് കോൺഗ്രസിലും നേതൃത്വവുമായി ബന്ധപ്പെട്ട ഭിന്നതകൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി, MP സുഖ്ജീന്ദർ സിംഗ് രൺദാവ, റാണ സുർജിത് സിംഗ്, പർഗത് സിംഗ്, ഭരത് ഭൂഷൺ ആശു, ബീരേന്ദ്ര സിംഗ് ധില്ലർ ഉൾപ്പെടെയുള്ള നിരവധി മുതിർന്ന നേതാക്കൾ പ്രത്യേക യോഗം ചേർന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജാവാറിങ്ങിനെ മാറ്റണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. റാണ ഗുർജീത് സിംഗിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ പാർട്ടിക്കുള്ളിൽ വർദ്ധിച്ചുവരുന്ന അസംതൃപ്തി, സംഘടനാ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ, വരാനിരിക്കുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ എന്നിവ വിശദമായി ചർച്ച ചെയ്തതായാണ് വിവരം. സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം അനിവാര്യമാണെന്ന നിലപാടാണ് യോഗത്തിൽ പങ്കെടുത്ത പല നേതാക്കളും സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പഞ്ചാബ് കോൺഗ്രസിന്റെ ചുമതലയുള്ള ഭൂപേഷ് ബാഗലിനെ നേരിൽ കണ്ട് നേതാക്കളുടെ ആശങ്കകളും ആവശ്യങ്ങളും ഔദ്യോഗികമായി അറിയിക്കാനും യോഗത്തിൽ തീരുമാനമായി. ആദ്യം നിശ്ചയിച്ചിരുന്ന ദിവസം നടക്കാനിരുന്ന ഈ കൂടിക്കാഴ്ച ഉടൻ തന്നെ സംഘടിപ്പിക്കാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. ഹരിയാനയിലും പഞ്ചാബിലുമായി ഉയർന്നുവരുന്ന ആഭ്യന്തര ഭിന്നതകൾ കോൺഗ്രസിന്റെ സംഘടനാ ഐക്യത്തിനും ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾക്കും പുതിയ വെല്ലുവിളിയായി മാറുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.